രണ്ടു കൂട്ടരും ഈ നക്ഷത്രങ്ങൾക്ക് പകരമായിട്ട് നക്ഷത്രങ്ങളെ ദൈവങ്ങളായി പൂജിച്ചു വന്നു. അവകൾക്ക് കീഴ്വണങ്ങിയും ബഹുമാനിച്ചും വന്നു. ഈ നക്ഷത്രങ്ങളെ പിന്നെ അവർ കണ്ടപ്പോ പലപ്പോഴും കണ്ണിനെ തൊട്ട് മറിഞ്ഞാണല്ലോ. പകല് സൂര്യനല്ലാത്ത ഒരു നക്ഷത്രത്തെയും കാണൂലല്ലോ. രാത്രിയിൽ തന്നെ ചില നക്ഷത്രങ്ങളിലെ തിരിയുള്ളൂ എന്ന് കണ്ടപ്പോ ആ നക്ഷത്രങ്ങൾക്ക് പ്രതിനിധികളായി അവരിവിടെ കുറെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ആ നക്ഷത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിരൂപങ്ങൾ എന്ന നിലക്ക് ഈ ദൈവങ്ങൾക്ക് അവർ ആരാധന ചെയ്തു വന്നു. ഈ പ്രതിരൂപങ്ങളായ വിഗ്രഹങ്ങൾക്ക് പൂജിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങൾ ദൈവങ്ങളാണ് എന്നല്ല അവർ വിചാരിക്കുന്നത്. ഈ വിഗ്രഹങ്ങളുടെ സൃഷ്ടാക്കളായ, ഈ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രങ്ങളായ അല്ലാഹുവിന്റെ സൃഷ്ടികൾ ദൈവങ്ങളാകുന്നു, സൃഷ്ടാക്കളാകുന്നു എന്നവർ വിശ്വസിക്കുന്നു. കണ്ണിനെ തൊട്ട് മറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളിലേക്ക് അടുപ്പം പ്രാപിക്കാനാണ് ഇവർ ഈ പ്രതിരൂപങ്ങളായ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ആദ്യ തലമുറ അങ്ങനെയായിരുന്നെങ്കിലും ഇമാം റാസിയുടെ വിശദീകരണം വളരെ വ്യക്തം, എല്ലാവരും സുതാര്യമായി മനസ്സിലാകും. ബഹുദൈവ വിശ്വാസികൾ ഇവിടെ ശ്രോതാക്കളുണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഇങ്ങനെ ബോധ്യപ്പെടും, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്ന്. നമ്മളൊക്കെ അതല്ലായിട്ടാണ് നമുക്ക് തിരിയാത്തത്. ഇതിന്റെ നടാടത്തെ ഉരുവപ്പെടുത്തിയ തമ്പുരാക്കന്മാരൊക്കെ ഈ രൂപത്തിൽ, അതായത് നക്ഷത്രങ്ങളാണ് സാക്ഷാൽ ദൈവം, ആ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഇന്ന നക്ഷത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിരൂപങ്ങളായ വിഗ്രഹങ്ങൾ എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും തുമ്മലമ്മാത്തോലത്തിൽ മുർദ കാലം നീണ്ടപ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും തന്നെ അവർ നീക്കി. അത് തന്നെ അവർ വ്യക്തമായി ഈ വിഗ്രഹങ്ങളാണ് പൂജ്യങ്ങൾ, ഈ വിഗ്രഹങ്ങളാണ് ദൈവങ്ങൾ എന്ന നിലയിൽ അവർ തുടർന്നു. വാസ്തവത്തിൽ നല്ലോണം ആലോചിച്ചാൽ നക്ഷത്രങ്ങളാണ് ഈ ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദൈവങ്ങളായി ഇവരുടെ പഴമക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് അവരുടെ യഥാർത്ഥ പൂജ്യാവസ്തു. മൂന്നാമത്തെ വിഭാഗം അന്ന അസ്ഹാബൽ അഹ്കാം. മൂന്നാമത്തെ അഭിപ്രായം അന്ന അസ്ഹാബൽ അഹ്കാം കാനൂ യുഅയ്യിനൂന ഔഖാതൻ ഫിസ്സിനീനൽ മുതതാവില നഹ്വൽ അൽഫ് വൽ അൽഫൈൻ വയസ്ഉമൂന അന്ന മൻ ഇത്തഖദ തുല്ലസ്മൻ ഫി ذلك الوقت على وجه خاص فإنه ينتفع به في أحوال مخصوصة نحو السعادة والقصر والدفع على الآفات وكانوا إذا اتخذوا ذلك الاسم عمموه لاعتقادهم أنهم ينتفعون به فلما بالغوا في ذلك التعظيم صار ذلك كالعبادة ولما طالت مدة ذلك الفعل نسوا مبدأ الأمر واشتغلوا بعبادتها على الجهالة بأصل الأمر. അതായത് നക്ഷത്ര വിധികൾ നോക്കുന്ന ജ്യോതിഷ പണ്ഡിതന്മാരുടെ കാരണപ്രകാരം അവർ ചില സമയങ്ങൾ നിരൂപണം ചെയ്തെടുത്ത് 1000-ഓ 2000-ഓ ഒക്കെ വർഷത്തിന്റെ നിലപാടിൽ അങ്ങനെ ആ 1000-ഓ 2000-ഓ വർഷം നിലകൊള്ളുന്ന സാധനങ്ങൾക്ക് കുറെ പ്രത്യേകമായ തുല്യസ്മുകളെ രൂപപ്പെടുത്തിയിട്ട് അവയാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്, അവയിലൂടെയാണ് നമുക്ക് നേട്ടം കിട്ടുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവയാണ് നമ്മുടെ ദൈവങ്ങൾ എന്ന് വിശ്വസിച്ചു വന്നു എന്ന് മറ്റൊരു അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീറുൻ യഅതഖദൂന ഫീഹി അന്നഹു മുജാബു الدعوة ومقبول الشفاعة عند الله اتخذوا صنما على صورته يعبدونه على اعتقاد أن ذلك الإنسان يكون شفيعا لهم يوم القيامة عند الله. ഈ നാലാമത്തെ അഭിപ്രായമാണ്. ഇത്രയും വരികളും ഞാൻ ഈ വായിച്ച ഇത്രയും പേജുകളുമെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ 75 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ബുദ്ധൻവാദികൾ ഉദ്ധരിക്കാറ്. വിഗ്രഹാരാധനയിലാകെ ഈ നാലാമത്തെ അഭിപ്രായം എടുത്തിട്ട് ഇതാണ് സകല വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസികൾക്കുമുള്ള നിലപാട്. എന്നാൽ ഇത് തന്നെ എന്താണ് നില? ഏതെങ്കിലും ഒരു വലിയ മനുഷ്യൻ അവരിൽ നിന്ന് മരണപ്പെട്ടാൽ ആ മനുഷ്യരിൽ അവർ വിശ്വസിക്കും അന്നഹു മുജാബുദ് ദഅവ വ മഖബൂലു ശഫാഅ, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണെന്ന് അല്ലാഹുവിന്റെ അടുക്കൽ. ഇത്തഖദൂ സ്വനമൻ അലാ സൂറത്തിഹി, അയാളുടെ ആകൃതിയിൽ രൂപത്തിലുള്ള ഒരു വിഗ്രഹം അവർ കൊത്തിയുണ്ടാക്കും. ശില്പം അങ്ങനെ ചെയ്താൽ ഈ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സാക്ഷാൽ നല്ല മനുഷ്യൻ ഇയാൾക്ക് ശുപാർശകനായി ആഖിറത്തിൽ വരും എന്ന നിലക്ക് ഈ വിഗ്രഹങ്ങൾ പൂജ ചെയ്ത് ഈ
വിഗ്രഹങ്ങളെ ആരാധിച്ച് ഈ വിഗ്രഹങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യപ്പെടുന്ന വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ആരാധനാകർമ്മങ്ങൾ എടുത്തുകൊണ്ടവർ കഴിഞ്ഞുകൂട്ടും. ഇത്തരം ഒരു വാദം ചില മുശ്രിക്കുകളെ തൊട്ട് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇവർ അള്ളാഹുവിൽ നമ്മുടെ ശുപാർശക്കാരാകുന്നു എന്ന് ചില അവരുടെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിധം നല്ല മനുഷ്യരുടെ പ്രതിമകളുണ്ടാക്കി ആ പ്രതിമകളെ പൂജിച്ചാൽ, ആ പ്രതിമകൾക്ക് ആരാധന നടത്തിയാൽ ഈ പ്രതിമകളിൽ പ്രസരിക്കുന്ന അതിന്റെ യഥാർത്ഥ വിശ്വാസ രൂപമായ സാക്ഷാൽ നല്ല മനുഷ്യർ ഇവർക്ക് ശരിയായി ശുപാർശകനായി ആഖിറത്തിൽ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിഗ്രഹാരാധന ഉടലെടുത്തത് എന്നൊരു അഭിപ്രായവും. അഞ്ചാമത്തെ ഇമാം ഗാസിയുടെ നിരൂപണം ചുവടെ വരുന്നത് ഈ നിരൂപണമൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ കുറെ ആളുകൾ മനസ്സിലാക്കാതെ യാതൊന്നും തിരിയാതെ ശിർക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ആചാരങ്ങളെയും വിശ്വാസത്തെയും ആക്ഷേപിക്കുകയും എത്രയോ മോശപ്പെട്ട വഹീദീങ്ങൾ മുഴുവൻ മുശ്രിക്കാവുന്നത് എത്ര ഗൗരവപ്പെട്ട ഇടപാടാണ്. ആ ഇടപാടിലേക്ക് തരം താഴുകയും ചെയ്തത്. അഞ്ചാമത്തെ കിബലയിലേക്ക് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ കിബലക്കല്ലല്ലോ സുജൂദ്, കഅബത്തിനല്ല സുജൂദ്, കഅബയിലേക്ക് തിരിഞ്ഞ് അല്ലാഹുവിന് സുജൂദ് എന്ന പോലെ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക മണ്ഡപങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ആദ്യത്തെ. അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മണ്ഡപങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് അവർ പൂജ നടത്തിക്കൊണ്ടിരിക്കും, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കും ഒക്കെ നിർത്തുമ്പോ ഈ നിലപാട് തുടർന്നു വരുമ്പോ വന്നൽ ജുഹാൽ വിവരദോഷികളായ പിൻഗാമികൾ ധരിച്ചു ഇവയെ പൂജിക്കൽ നമുക്ക് നിർബന്ധ, നമ്മളെ പൂർവികർ ആരാധിച്ചത് ഈ പ്രാർത്ഥനാ മണ്ഡപങ്ങളെയാണ് എന്ന്. അങ്ങനെ പിൻഗാമികൾ വന്നിട്ട് ഈ പ്രാർത്ഥനാ മണ്ഡപങ്ങളെ പൂജ്യ ദൈവങ്ങളാക്കി കണ്ടിട്ട് അവയെ ദൈവമാക്കി ആരോപിച്ചു എന്ന്. ആറാമത്തെ അവസാനിക്കുന്നു ഇവർ ഒരു പക്ഷേ ദൈവത്തെ ഏതെങ്കിലും വസ്തുക്കളിൽ ഇറങ്ങുന്നവരായി അവതരിക്കുന്നവരായി മനസ്സിലാക്കിയ മുജസ്സിമതാകാം. അപ്പൊ തങ്ങളുണ്ടാക്കി കൊത്തിയുണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ ചില പ്രത്യേക പൂജാദികൾ നടത്തിയാൽ ആ വിഗ്രഹങ്ങളിൽ ദൈവം അവതരിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ അവതാരങ്ങളായി മനസ്സിലാക്കിയ ദൈവങ്ങളെ ആവാം ഇവർ പൂജിച്ചു വന്നത്. ഇങ്ങനെയുള്ള 6 അഭിപ്രായങ്ങൾ ഉദ്ധരിച്ച ശേഷം ഈ 10 ന്യായങ്ങളും വിഗ്രഹാരാധനയും വിഗ്രഹ ദൈവങ്ങളും ലോകത്തും സമൂഹത്തിലും കടന്നു വരാൻ ന്യായമാകാം എന്ന് സമർത്ഥിച്ച ശേഷം ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും സമർത്ഥമായ നിരൂപണം അതിന്റെ മുന്നിലുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതിൽ 75 കൊല്ലത്തെ ശിർക്കാരോപണത്തിന്റെ പാരമ്പര്യമുള്ള പുത്തൻവാദികൾ പിടിക്കാറുള്ള 4ാമത്തെ അഭിപ്രായം, അതുപോലെ 5ാമത്തെ അഭിപ്രായം എന്താ പറഞ്ഞത്? കിബലക്ക് സുജൂദ് ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പ്രാർത്ഥനാ മണ്ഡപങ്ങളെ ദൈവങ്ങളായി പിൻതലമുറ വിചാരിച്ചു, ദൈവങ്ങളായി പൂജിച്ചു. അല്ലെങ്കിൽ സദ്വൃത്തരിൽപ്പെട്ട നല്ല ആളുകൾ മരിച്ചാൽ അവരുടെ പ്രതിരൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രതിരൂപങ്ങൾക്ക് പൂജ ചെയ്താൽ ആ പ്രതിരൂപങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഏത് നല്ല മനുഷ്യരാണോ ആ നല്ല മനുഷ്യർ ഇവർക്ക് ശുപാർശകരായി വരും. ഈ 2 വിശ്വാസപ്രകാരം എങ്ങനെ ശിർക്ക് വന്നു, എന്തുകൊണ്ട് അതിൽ ബഹുദൈവത്വം വന്നു എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. മൂപ്പരുടെ നിരൂപണം കൂടി ശ്രദ്ധിക്കുമ്പോഴേ ശിർക്കിന്റെ ആരോപകർ ഇവിടെ എന്ത് തട്ടിപ്പാണ് നടത്തുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഏതെങ്കിലും അടർത്തെടുത്തിട്ടൊരു വായനയാണ്. ഞാനത് സദസ്സിലുള്ള ആളുകൾക്ക് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും വായിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വായിക്കപ്പെടുമ്പോ അടർത്തിയെടുത്തിട്ട് വായിക്കുന്ന സ്വഭാവത്തെ ഒന്ന് തിരുത്താനും സാധാരണക്കാരെ ഇതൊന്ന് ധരിപ്പിക്കാനും വേണ്ടിയാണ്. നീണ്ടു കൊണ്ടസിച്ച ഒരു ഉപന്യാസത്തിനിടയിൽ ഇമാം റാസി 3, 4, 5 അഭിപ്രായമായി ഉദ്ധരിച്ച ഈ അഭിപ്രായത്തെ മറ്റെല്ലാ അഭിപ്രായങ്ങളും നിരൂപണം ചെയ്ത ശേഷമാണ് ഇമാം റാസി തൊടുന്നത് തന്നെ. മൂപ്പർ പറയുന്നത് 1, 2, 3 6 അഭിപ്രായങ്ങൾ പ്രകാരം ദൈവത്തിന് സദൃശമായ രൂപങ്ങളെയും സദൃശമായ ദൈവങ്ങളെയും സദൃശമായ സൃഷ്ടികളെയും ഇവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുദൈവ വിശ്വാസമായി. അപ്പോൾ ദൈവത്തിന്റെ അധീശാധികാരത്തിലും ദൈവത്തിൻ്റെതായ നിലപാടിലും ദൈവീക ശക്തി തന്നെ നൽകിക്കൊണ്ടുള്ള സദൃശ രൂപങ്ങളെ വിശ്വസിക്കുന്നത് 1, 2, 3, 5 അഭിപ്രായങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാം.
എന്നിട്ട് അദ്ദേഹം പറയുന്നു അമ്മൽ ഖൗലു റാബിഉ വൽ ഖാമിസ്, 4ഉം 5ഉം.